നമസ്കാരം. UDF ബന്ധം ഉപേക്ഷിച്ച് AKG സെന്ററിന്റെ പടി കയറിയ ജോസ് കെ മാണിക്കായി ചുവപ്പ് പരവതാനി വിരിച്ച് CPM. കഴിഞ്ഞതെല്ലാം മറന്ന് ജോസ് കെ മാണിയെ സ്വീകരിക്കാനും യാത്രയയക്കാനും കോടിയേരിയും LDF കൺവീനറും നേരിട്ടെത്തിയത് രാഷ്ട്രീയ കേരളം ഇന്ന് കണ്ടു. CPI ആസ്ഥാനത്ത് പോയ ശേഷമാണ് ജോസ് കെ മാണി AKG സെന്ററിൽ എത്തിയത്. ഇടതു മുന്നണിയിലേക്കുള്ള പ്രവേശനം ഉടൻ വേണമെന്ന ആഗ്രഹം നേതാക്കളെ അറിയിച്ചാണ് ജോസ് മടങ്ങിയത്. മുന്നണിയിലെ ഘടകകക്ഷിയാകാൻ ജോസ് കെ മാണി കാത്തിരിക്കേണ്ടി വരില്ലെന്ന വ്യക്തമായ സൂചന നൽകുന്നുണ്ട് CPM നേതാക്കളും നടത്തുന്ന പ്രതികരണങ്ങൾ. CPM സെക്രട്ടേറിയറ്റ് ഇതിന് അംഗീകാരവും നൽകിയിട്ടുണ്ട്. ബാർക്കോഴയും KM മാണിക്കെതിരായ സമരവുമെല്ലാം 5 വർഷം മുൻപത്തെ രാഷ്ട്രീയ സാഹചര്യമെന്ന് വിശദീകരിച്ച് CPM തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. UDFന്റെ ജീവനാഡി അറ്റെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശവും മുന്നണി പ്രവേശനം ഉടൻ എന്ന സൂചനയാണ് നൽകുന്നത്. എന്നാൽ ഓക്സിജൻ കിട്ടിയ പോലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമെന്ന് ചെന്നിത്തല. കേരള കോൺഗ്രസ് മുന്നണി വിട്ടതിൽ ഒന്നും സംഭവിക്കില്ലെന്ന് UDF പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ മുറുമുറുപ്പ് പ്രകടമാണ്. ജോസിനെയും കൂട്ടരെയും മുന്നണിയിൽ നിലനിർത്താൻ ശ്രമിച്ചില്ലെന്ന പരാതി K മുരളീധരൻ ഉന്നയിച്ചു. മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന മുന്നണി മാറ്റം ഔദ്യോഗികമാക്കാൻ ചടുലമായ നീക്കങ്ങൾ നടക്കുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. യൂദാസ് അല്ല എന്ന് തെളിയിക്കാൻ ജോസിന്റെ വിശദീകരണങ്ങൾക്ക് കഴിയുന്നുണ്ടോ? മുന്നണിക്ക് ഓക്സിജൻ ആയതുകൊണ്ടാണോ ബാർക്കോഴ പോലും CPM ഇപ്പോൾ മറക്കുന്നത്? UDFനൊപ്പമായിരുന്ന അണികളെ കൂടെ കൂട്ടാൻ ജോസിന് കഴിയുമോ? മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യമാറ്റം UDFന് കോട്ടമാകുമോ? ജോസിനായി പാലാ സീറ്റും കരുതി വെച്ചിരിക്കുകയാണോ CPM?